ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മൾ ഐറ്റം കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ആ ചെമ്മീനും ചക്കക്കുരും ഒക്കെ വെച്ച് ഒരു നാടൻ രീതിയിലുള്ളൊരു ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത്. ചെമ്മീൻ ചക്കക്കുരു ഉലർത്ത് എങ്ങനെയുണ്ട്? ചെമ്മീനൊക്കെ കഴിക്കുന്നവർക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതൊരു 600 ഗ്രാം ചെമ്മീനേ ഉള്ളൂ. ഒരുമാതിരി മുഴുപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്കറിയാമല്ലോ ചെമ്മീനൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത്. എന്തായാലും അറിയാൻ പറ്റവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു തൊലിയുണ്ടല്ലോ, ആ തൊലി ഇങ്ങനെ അങ്ങോട്ട് പൊളിച്ച് വാരെ പിടിച്ച് ഇച്ചിരി കൂടെ പൊളിക്കും. ഇച്ചിരി മുഴുപ്പുള്ളൂ. ഇങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ അകത്തോട്ട് കറുത്ത വര പോലുണ്ട്. ഇതുണ്ട്, ഇതുണ്ട് ഈ ഒരു പാട പോലെ സാധനമുണ്ട്. ഇതേതുണ്ട്, ഒരു നൂല് പോലെ കറുത്ത ഒരു പാരയുണ്ട്. അതൊന്ന് കളഞ്ഞെടുത്തിട്ടേ ഇത് ചെയ്യാവുള്ളൂ. നിങ്ങളൊരു കാരണവശാലും ഇതിൻ്റെ ഈ പുറത്തെ സാധനം കൂടെ എടുത്ത് കളയാതെ കറി വെക്കല്ലേ. അങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വയറ്റിന് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് കളഞ്ഞിട്ടേ ചെയ്യാവുള്ളെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ അതുകൊണ്ടൊന്ന് അറിയാൻ പറ്റവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി ഇതേപോലെ എടുത്തോണ്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ചക്കക്കുരു ചെമ്മീൻ ഉലർത്ത് അടിപൊളിയായിട്ടൊക്കെ ചെയ്തേക്കാം. എന്താ ഇപ്പോൾ നമ്മൾ ചെമ്മീനെല്ലാം വെട്ടി വൃത്തിയാക്കി അതിൻ്റെ ഒരു വരയുണ്ടല്ലോ അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ചട്ടിക്കകത്ത് എത്തിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ എല്ലാം പറഞ്ഞ് വൃത്തിയാക്കി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം. ആദ്യമേ തന്നെ നമുക്കിതിന് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 2 കഷ്ണം പുളി ഒന്ന് കുതിർന്നതിന് ശേഷം ആ വെള്ളവും പുളിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഒരു 2 കറിവേപ്പില അതും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഈ പിച്ചി അങ്ങോട്ട് ഇടണം, അതാണ് നല്ലത്. കുറച്ച് തേങ്ങാക്കൊത്തൂടെ നമുക്കിതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഉണങ്ങിയ തേങ്ങ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതുപോലെ കുറച്ച്. ഇനി ഇതൊന്ന് ഇളക്കി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി മുളക് പൊടിയൊക്കെ നമുക്ക് പിന്നീട് കുറച്ചുകൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഞാൻ ഇടുന്നുള്ളൂ. ഇതൊരു 5-6 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അല്പം ചക്കക്കുരുണ്ട്, അതൊന്ന് വേവിച്ചെടുക്കണം. അടുപ്പ് കത്തിച്ച ശേഷം ഒരു ചട്ടി അങ്ങോട്ട് വെക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒരു 1/2 കപ്പ് ചക്കക്കുരു 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു എല്ലാം വൃത്തിയാക്കി വെച്ചതിന് ശേഷം ചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം, ഈ ചക്കക്കുരു വേകാനുള്ള വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കുറച്ച് മതി. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കുകയാണ്. നല്ലപോലെ തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം അല്പം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. 600 ഗ്രാം ചെമ്മീനാണ് നമ്മൾ മേടിച്ചത്. അത് പൊളിച്ചെല്ലാം വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 300 ഗ്രാമിൽ കൂടുതൽ കാണത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ ചക്കക്കുരിന് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ചക്കക്കുരു ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3/4 വേവാകണം. ഇപ്പോൾ ഏകദേശം ഒരു 3/4 വേവുണ്ട് ആയിട്ടുണ്ട്. ചക്കക്കുരു എന്ന് പറയുന്ന സാധനം ഓരോ ചക്കയ്ക്കും ഓരോ വേവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി ആ ചെമ്മീനൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. പുരട്ടി വെച്ചിരിക്കുന്ന ആ ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഈ ചക്കക്കുരുവിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളം അധികം കൂടിപ്പോവല്ലേ, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. കാര്യം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാനുള്ളതാണ്. ഇത് വേകുകയും ചെയ്യണം, ഈ വെള്ളം വറ്റി വരികയും ചെയ്യണം. അപ്പോൾ അതുപോലെ വേണം നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒന്ന് മൂടി വെക്കാം. ഈ ചക്കക്കുരു ചെമ്മീനും ഒക്കെ ഒരേപോലെ തന്നെ വെന്ത് എടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് ഒരു മീഡിയം തീ നിൽക്കട്ടെ. ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ ചക്കക്കുരു ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ആ വെള്ളം ഒന്ന് വറ്റി വരികയും ചെയ്യണം. ഇതാണ് അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 10 മിനിറ്റോടെ ആയതിനു ശേഷം ആ വെള്ളമൊക്കെ വറ്റി ചക്കക്കുരുവൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്.
ഇനി ഇത് ഇങ്ങോട്ട് താഴോട്ട് വെക്കാം, ഇവിടെ ഇരിക്കട്ടെ. ഈ ചക്കക്കുരു ചെമ്മീനും എല്ലാം കൂടെ ഒന്ന് ഉലർത്തിയെടുക്കണം. ഒരു കടായി അങ്ങോട്ട് വെക്കാം, അല്ല ചീനച്ചട്ടി ആയാലും എടുത്ത് വെക്കാവുന്നതാണ്. കടായി ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു, ഒരു 5-6 വെളുത്തുള്ളി, 3 പച്ചമുളക് 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കും. കൂട്ടത്തിൽ ഒരു 1/4 കപ്പ് അളവിൽ ചെറിയ ഉള്ളി, ആ ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ സവാള ചേർക്കുന്നില്ല, ഉള്ളിയാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഉള്ളിയും കൂടെ ഇട്ട് അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചങ്ങ് മൂത്തോളം ഇടും. ചെറിയ ഉള്ളിയൊക്കെ ഇതിൻ്റെ അകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഒരല്പം കറിവേപ്പിലും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടൊന്ന് ഇളക്കി ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കണം. ചെറിയ തീ മതി, കാര്യം കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഒന്ന് വകഞ്ഞ് മാറ്റും. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നേരത്തെ നമ്മൾ ചെമ്മീൻ കുറേശ്ശെയാണ് ഇട്ട് കൊടുത്ത്, ഇനി ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടിയാണ് 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കരി ഉലർത്തുന്നൊക്കെ പറയുമ്പോഴത്തെ അതിന് ഇച്ചിരി എരിവൊക്കെ വേണം. അപ്പോൾ കുരുമുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ചേർക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കരി ഒരല്പം എരിവൊക്കെ വേണമല്ലോ. ഈ പൊടികളൊക്കെ ഒന്ന് ഇളക്കി ഇതേപോലെ അതിൻ്റെ ആ പൊടികളുടെ പച്ചച്ചവ ഒന്ന് മാറണം. ഇനി ഇത് കൂട്ടി ഒന്ന് എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ പൊടികളുടെ പച്ചച്ചവ ഒന്ന് മാറിയ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും ചക്കക്കുരു എല്ലാം കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഇച്ചിരി വെള്ളമുണ്ട്, കുഴപ്പമില്ല, ഇല്ലാത്ത കിടന്ന് അതങ്ങ് പറ്റിക്കും. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചക്കക്കുരു ചെമ്മീൻ ഉലർത്ത് ഇതിൻ്റെ അകത്ത് കിടന്നത് റെഡിയാവണം. ഒരു 3-4 മിനിറ്റ് അടുപ്പത്തിരുന്ന് നല്ലപോലെ ഒന്ന് റെഡിയാവട്ടെ. അത്ര സമയം ഇരിക്കണം. ചക്കക്കുരു ചെമ്മീൻ ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റ് കൂടെ ആയതിന് ശേഷം അടുപ്പങ്ങ് നിർത്താം. പിന്നെ ഇതിൻ്റെ ഉപ്പും എരിവും പുളിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതൊക്കെ പോരാഴികയൊക്കെ ഉണ്ടെങ്കിൽ അത് ആവശ്യത്തിന് ചേർക്കാമെന്നുള്ളേ ഉള്ളൂ. പിന്നെ എണ്ണ കുറവാണെങ്കിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തോണം, അത് നിങ്ങളുടെ ഇഷ്ടം. നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട്. കാണുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ നല്ല രുചികരമായ ഒരു ഐറ്റമാണ്. ഇത് അങ്ങോട്ട് താഴ്ത്തും. തക്കാളി അരിഞ്ഞത്, സവാള അരിഞ്ഞത്, 2 പച്ചമുളക്. ചക്കക്കുരു എന്ന് പറയുന്ന ഐറ്റം മിക്ക വീടുകളിലും ഇഷ്ടംപോലുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ഇച്ചിരി ചെമ്മീൻ മേടിച്ച് ഈ ചക്കക്കുരുവിൻ്റെ കൂടെ ഒന്ന് ഉലർത്ത് നോക്കിക്ക്. അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കും. ഇത് ഒരു രുചിയല്ല കേട്ടോ, ഒരു 1.5 രുചിയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ പറഞ്ഞാൽ ശരിയാണെന്ന്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം. പിന്നെ ചെമ്മീൻ കഴിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇതേപോലുള്ള വ്യത്യസ്തമായ രീതിയിലൊക്കെ കഴിക്കാനും ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അല്ലേ? അപ്പം ഇനി ഒരു കാര്യം കൂടെ,
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ബെൽ ബട്ടണും കൂടെ മറക്കാതെ അമർത്തിയേക്കണം. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.